അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള നല്ല കിഡിലൻ ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇഫ്താർ സ്പെഷ്യൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം. നമുക്കൊരു പാർട്ടികളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലനായിട്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് റവ, നമുക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റവ നമുക്കൊന്ന് കലക്കി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ റംസാനൊക്കെ ആയിട്ട് എല്ലാവർക്കും തരിക്കഞ്ഞി കാച്ചാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്തായാലും നമ്മൾ റവ വാങ്ങിച്ചെടുക്കും. അപ്പോൾ റവ വാങ്ങിച്ചിട്ട് തരിക്കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി നോക്കിക്കോട്ടോ. അത്ര അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു റവ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതാ ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് വലിയൊരു ബൗളിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഇനി ഞാനിത് നമ്മളൊരു പാനിലേക്കൊന്ന് മാറ്റി കൊടുക്കും. അപ്പം ഇത് വെന്ത് കിട്ടും രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇതാ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ. നമുക്ക് റവ ഒന്ന് വെന്ത് വരണം. എല്ലാവർക്കും അറിയാമല്ലോ, തരിക്കഞ്ഞി കാച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം റവ കുറുകി വരുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ, ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡർ ആട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വാനില കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർ നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് കോൺഫ്ലവർ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു വെന്ത് വരുന്ന നമ്മുടെ ഈ ഒരു റവയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതാ നമ്മൾ നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രോബെറിയുടെ ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. 1-2 ഡ്രോപ്പ് നമ്മൾ കുറുക്കിയെടുക്കുന്ന റവയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുറുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മുടെ ഒരു റവയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ റവ കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രോബെറിയുടെ ഈ ഒരു മിക്സ് കസ്റ്റാർഡ് നമുക്കിതിലേക്കൊന്ന് ഒഴിക്കാം. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറുകി സെറ്റായി വരും. ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ 1
ശർക്കര ഒന്ന് ചീവിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അതില്ലാന്നുണ്ടെങ്കിൽ ഡയബറ്റീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് വേണം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ റവ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 3 ഞാലിപ്പൂവൻ, അത്യാവശ്യം നല്ല വലിയ പഴമായതുകൊണ്ട് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ജ്യൂസിനൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒലിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കൊണ്ടുവരാം. അതിനോടൊപ്പം തന്നെ ഒരു 4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി എടുക്കണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരഞ്ഞു കിട്ടും വിധത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റവ നമ്മൾ കുറുക്കിയെടുത്ത നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ പഴവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്കിതിലേക്കൊന്ന് വയ്ക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ജാറിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഒരു പാക്കറ്റ് പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ച് കൊണ്ടുവരാം. പിന്നെ നമ്മളിതാ ഒരു ബൗളിലേക്ക് ഐസ് ക്യൂബ്, ഇനി നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മിക്സും കൂടെ അങ്ങ് ഒഴിക്കാം. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല അടിപൊളി ഇഫ്താർ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി വെള്ളത്തിലൊന്ന് കുതിർത്തി നമ്മൾ സാധാ പച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള ചവ്വരി കേട്ടോ. ചവ്വരി, സാബൂനരി എന്നൊക്കെ പറയും. ഇതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സുകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും ചേർത്ത് കൊടുക്കാം. അതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇഫ്താർ സ്പെഷ്യൽ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.